ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ബിന്ദു, കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റ് ആണ്. വളരെ സന്തോഷത്തോടു കൂടിയാണ് നിങ്ങളുടെ മുന്നിൽ നിന്ന് നിൽക്കുന്നത്. നമ്മുടെ ഫാമിലിയിൽ മോർ ദാൻ 1 lakh സബ്സ്ക്രൈബേഴ്സ് ആയി. അതൊരു വലിയൊരു മൈൽ സ്റ്റോൺ ആയിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഒന്നുമില്ലാതെ തുടങ്ങിയതാണ്. ആ കോവിഡ് കാലത്ത് നമുക്ക് സ്കൂൾസിലെ ഹെഡ് മിസ്ട്രസ് ഒക്കെ ഒരു ടീച്ചർ വിളിച്ച് ചോദിച്ചു, ഒരു വീഡിയോ ചെയ്തു തരുമോ, ഞങ്ങൾക്ക് കുട്ടികൾക്ക് ഇതിലൂടെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാണ്, ഞങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിലൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാണ്, 1-2 കുട്ടികളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്ക് തരുമോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ ടീച്ചർക്ക് വേണ്ടി തുടങ്ങി അത് നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്ത് തുടങ്ങിയതാണ്. അപ്പോൾ അത് കുറേ പേർക്ക് ഉപകാരമാവുന്നു എന്ന് അറിഞ്ഞാൽ വളരെ സന്തോഷം. ഞാൻ ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര ഹംബിൾഡ് ആയിട്ടിരിക്കുകയാണ്. ലോകത്ത് എവിടെയുള്ള എല്ലാ കുഞ്ഞുങ്ങളും സന്തോഷത്തോടെ, സമാധാനത്തോടെ, ആരോഗ്യത്തോടെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് വളരെ കോമൺ ആയിട്ടും കുറേ പേര് ഡൗട്ട്സിൽ ചോദിച്ച ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കുഞ്ഞിന് HB കുറവാണ്, കൂടുന്നേ ഇല്ല, എന്താണ് ചെയ്യേണ്ടത്, മരുന്നല്ലാതെ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ്. ഹീമോഗ്ലോബിൻ്റെ അളവ് കുറവുള്ള കുട്ടികൾക്ക് അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്കറിയാം പല കാരണങ്ങളുണ്ട്. ഇപ്പം നമ്മൾ കുട്ടികൾക്ക് ഭക്ഷണം കുറേ കഴിക്കുന്നുണ്ട്, ഡോക്ടർ എല്ലാ ഫുഡും കൊടുക്കുന്നുണ്ട്, പക്ഷേ HB കൂടുന്നില്ല. അപ്പോൾ നമുക്ക് കുട്ടി ഭക്ഷണം കഴിക്കുന്നത് മാത്രമായിരിക്കില്ല HB കുറയാനുള്ള കാരണം. ഒന്ന്, ഭക്ഷണത്തിലുള്ള കുറവായിരിക്കാം. സെക്കൻഡ്, ഇത് വയറിലെത്തില്ലേ, കുടലിലെത്തുമ്പോൾ അവിടെ നമ്മുടെ ബ്ലഡിലേക്ക് കയറണ്ടേ, അപ്പോൾ കുടൽ സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കാം. അല്ലെങ്കിൽ കുടലിൽ വേറെ എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് ഈ അയണിനെ ശരീരത്തിലേക്ക് കയറ്റുന്ന ചില അതിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന, തടസ്സപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവാം. അപ്പോൾ അതായിരിക്കാം മൂന്നാമത്തെ കാരണം. നാലാമത്തെ, ബ്ലഡിൽ എത്തിക്കഴിഞ്ഞാൽ തന്നെ അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കപ്പെടാതെ പോകുന്നത്, അതിന് ചില ഇതിനെ ഈ അയണിനെ കൊണ്ടുപോകാനുള്ള ചില കാരിയേഴ്സ് ഒക്കെ വേണം, അതൊന്നും ബോഡിയിൽ ഇല്ലാതിരിക്കുന്ന അവസ്ഥ. പിന്നെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബ്ലഡ് ലോസ്. നമ്മൾ അറിയാതെ, നമ്മൾ പെട്ടെന്ന് മുറിഞ്ഞ് രക്തം പോവുക എന്നുള്ളത് നമ്മൾ അറിയും. ചെറിയ രീതിയിൽ രക്തം പോവുക, അതായത് വയറിന് വരെയൊക്കെ ഉണ്ടെങ്കിൽ ചെറുതായ രീതിയിൽ കുടലിൽ നിന്നൊക്കെ ചെറുതായ ബ്ലീഡിങ് ഉണ്ടാവുക, നമ്മൾ കാണാത്ത രീതിയിലുള്ളിൽ എവിടെയെങ്കിലും ചെറിയ അളവിന് ബ്ലഡ് ചെറിയ ലോസ് ആയിട്ട് വരുന്നുണ്ടെങ്കിലും നമുക്ക് അയൺ കുറയും. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും നന്നായി ഭക്ഷണം കൊടുക്കുന്ന അമ്മമാരാണെങ്കിൽ തന്നെ, അല്ലെങ്കിൽ പാരൻസ് ആണെങ്കിൽ തന്നെ, നമ്മുടെ കുട്ടിക്ക് HB കുറയാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം നമ്മളിപ്പോൾ ഡോക്ടറൊക്കെ മരുന്ന് തന്നു എന്ന് വിചാരിക്കാം, തന്നിട്ടും കുട്ടിയുടെ ഹീമോഗ്ലോബിൻ കൂടുന്നില്ലെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടി വരേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ രക്താണുക്കൾ പൊട്ടിപ്പോകുന്ന ചില രോഗങ്ങളുണ്ട്, രക്താണുക്കൾ നമ്മുടെ മജ്ജയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടാതെ പോകുന്ന കാരണങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ട് കണ്ടുപിടിക്കണം. ഇപ്പം ആസ് എ പാരന്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫുഡ് കുറച്ച് നന്നായിട്ട് കൊടുക്കുക. അപ്പോൾ എല്ലാവരും ചോദിക്കും എന്ത് ഫുഡാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് എനിക്ക് പറഞ്ഞു തരാനുള്ളത് റാഗിയാണ്. നമ്മൾ കോറ, പഞ്ഞപ്പുല്ല് എന്നൊക്കെ പറയുന്ന സാധനത്തിൽ നന്നായിട്ട് അയൺ ഉണ്ട്, കാൽഷ്യം ഉണ്ട്. പിന്നുള്ളത് ശർക്കര, ജാഗറി, അതിലും നന്നായിട്ട് അയൺ ഉണ്ട്. അപ്പോൾ റാഗി കുറുക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് ജാഗറിയും കൂടിയും കൂട്ടിയിട്ടൊക്കെ കൊടുക്കുകയാണെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും കുട്ടികൾക്ക്. കുറച്ച് വലുത് കുട്ടികളാകുമ്പോൾ ഈ കുറുക്കൊന്നും അവർക്ക് ഈ പേസ്റ്റ് രൂപത്തിലൊന്നും ഇഷ്ടമായി എന്ന് വരില്ല. അങ്ങനെയുള്ളപ്പോൾ ഞാൻ പറഞ്ഞു, റാഗി പുട്ട്, റാഗി അട എന്നൊക്കെ ഉള്ള രീതിയിൽ ചെയ്തു കൊടുക്കാം. നിങ്ങൾ അരി കൊണ്ട് അട ഉണ്ടാക്കുവാണെങ്കിലും റാഗി ആയിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കാം. പ്ലെയിൻ റാഗി ആയിട്ട് ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ ചില കുട്ടികൾക്ക് ഇഷ്ടാവില്ല. അപ്പോൾ എല്ലാത്തിലും റാഗി ഒരു കണ്ടന്റ് ആയിട്ട് യൂസ് ചെയ്താൽ നമുക്ക് മദേഴ്സിനും അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇനി തേർഡ് തിങ് അവർ പറയുന്നത്, നമ്മുടെ മീറ്റ് എന്ന് പറയുമ്പോൾ റെഡ് മീറ്റ് നല്ലതാണ്. ചിക്കനൊക്കെ നമുക്ക് കൊടുക്കാം, അതിലൊക്കെ അയൺ ഉണ്ട്. പക്ഷെ അത് കുറേ ഒന്നും ബോഡിയിലേക്ക് പിടിച്ചു എന്നൊന്നും വരില്ല. എന്നാലും അതൊക്കെ അയൺ സോഴ്സസ് തന്നെയാണ്. കുട്ടികൾ അത് കഴിക്കണമെങ്കിൽ കഴിക്കട്ടെ. ഫിഷും ഒരു ഗുഡ് സോഴ്സ് തന്നെയാണ്. അപ്പോൾ ചെറിയ മീനുകളൊക്കെ, നത്തോലി, മത്തി, അങ്ങനത്തെ അയല, അങ്ങനത്തെ മത്തിക്ക് മീനൊക്കെ ഇത്തിരി. ഫിഷ് എന്തായാലും നോൺ വെജിറ്റേറിയൻസ് ആണെങ്കിൽ കുട്ടികൾക്ക് ഫുഡിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ നമ്മൾ മാറ്റാൻ നോക്കുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, ബ്രസ്റ്റ് മിൽക്ക് കുടിക്കുന്ന കുട്ടികളാണെങ്കിൽ കൂടുതൽ ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കുക. ബ്രസ്റ്റ് മിൽക്കിൽ ടോട്ടൽ അയൺ കുറവാണെങ്കിൽ പോലും അത് ബോഡിയിലേക്ക് പെട്ടെന്ന് അബ്സോർബ് ചെയ്യുന്ന അയൺ ആണുള്ളത്. പക്ഷെ കൗസ് മിൽക്കിലും പൊടിപ്പാലിലൊക്കെ ഉള്ള അയൺ ഉണ്ടല്ലോ, ബോഡിയിലേക്ക് അത്ര കയറിക്കൊള്ളണമെന്നില്ല. കാരണം ഇതിലുള്ള കാൽസ്യം ഈ അയണിനെ പിടിച്ചു നിർത്തും, ഇൻഹിബിറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ കൗസ് മിൽക്ക് മാത്രം കുടിക്കുന്ന കുട്ടികൾക്ക് അയൺ ഡെഫിഷ്യൻസി വരുന്ന, അല്ലെങ്കിൽ രക്തക്കുറവ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ മുലപ്പാൽ കൊടുക്കുക എന്നുള്ളതാണ് എനിക്ക് 4th പോയിന്റ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്. പിന്നെ നമ്മുടെ തേനിൽ അയൺ നന്നായിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി നല്ലതാണ് കേട്ടോ. അപ്പോൾ തേനിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് നല്ലതായിരിക്കും. കായം മഞ്ഞൾപ്പൊടി അടങ്ങിയ സാധനമാണ്. പിന്നെ നമ്മുടെ സാധാ അന്നജം, പ്രോട്ടീൻസിലും സിറിയൽസിലും അയൺ ഉണ്ട്. പക്ഷെ അതിലൊക്കെ വളരെ
കുറഞ്ഞ എമൗണ്ടേ ഉള്ളൂ, എന്നാലും അതൊന്നും കുട്ടികൾക്ക് അയണൊക്കെ കിട്ടുന്നുണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് അയൺ റിച്ച് ഫുഡ്. ഫ്രൂട്ട്സ് ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഡേറ്റ്സ്, ഡ്രൈ ഫ്രൂട്ട്സിൽ ഡേറ്റ്സ് നല്ല റിച്ച് സോഴ്സാണ്. ഞാൻ ജനറലി പറഞ്ഞു കൊടുക്കുക, ദിവസം ഒരു 3-4 ഡേറ്റ്സ് നിങ്ങൾ കുട്ടികൾക്ക് കൊടുക്കാൻ നോക്കും. എല്ലാം കൂടി ഒരുമിച്ച് കൊടുക്കാൻ ഇടയ്ക്കൊക്കെ കൊടുത്താൽ അവർ കഴിക്കും. ചില കുട്ടികൾക്ക് മധുരം ഇഷ്ടമാവണമെന്നുണ്ടാവില്ല. അങ്ങനത്തെ കുട്ടികൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റാം എന്നുള്ളതേ ഉള്ളൂ. അല്ലാത്ത കുട്ടികൾക്കൊക്കെ നിങ്ങൾക്ക് ഇത് കൊടുക്കാം. പിന്നെ നമ്മുടെ വാട്ടർമെലൺ ഗുഡ് സോഴ്സ് ഓഫ്, തണ്ണിമത്തൻ നല്ല സോഴ്സാണ് അയണിൻ്റെ. പിന്നെ പോമഗ്രനേറ്റ്, അനാർ എന്നൊക്കെ പറയുന്ന നമ്മുടെ ഉറുമാമ്പഴം എന്ന് പറയുന്ന ആ ഫ്രൂട്ടും അയൺ നന്നായിട്ടുള്ളതാണ്. അപ്പം ഇതൊക്കെ മാറ്റി മാറ്റി കൊടുക്കാം. പിന്നെ എപ്പോഴും പറയുന്ന ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, മുരിങ്ങ, ചീര, അങ്ങനത്തെ സാധനങ്ങളിലും അയൺ നന്നായിട്ടുണ്ട്. അതൊന്നും ചിലപ്പോൾ കുട്ടികൾ കഴിച്ചൊന്നും വരില്ല. അപ്പോൾ ഒരു പിഞ്ചാണെങ്കിലും നിങ്ങൾ ഫുഡിൻ്റെ കൂടെയൊക്കെ എടുത്തിട്ട് മരുന്ന് കൊടുക്കുന്ന പോലെയെങ്കിലും നിങ്ങൾ കൊടുക്കുക. പതുക്കെ നമുക്ക് കൂട്ടാൻ പറ്റും. അപ്പോൾ അവരുടെ വയറതിനോട് ഇഷ്ടപ്പെട്ട് വന്നോളൂ. ഒറ്റയടിക്ക് കുഞ്ഞ് കഴിച്ചോളണം എന്നില്ല. ഈ ഗ്രീൻ ലീഫി വെജിറ്റബിൾസിൻ്റെ വേറൊരു ഗുണം എന്താണെന്നറിയോ? അതിൽ ഫോളിക് ആസിഡ് എന്നുള്ള സാധനമുണ്ട്. അയൺ മാത്രമല്ല ബ്ലഡ് ഉണ്ടാവാൻ ആവശ്യമുള്ളത്, ഫോളിക് ആസിഡ് എന്നുള്ള സാധനം, വൈറ്റമിൻ B12 എന്നുള്ള സാധനം വേണം. അപ്പോൾ ഫോളിക് ആസിഡ് കഴിക്കുന്ന കുട്ടികൾക്ക് നമുക്ക് കിട്ടുന്നത് ഇങ്ങനത്തെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് എന്നാണ് കിട്ടുന്നത്. അപ്പോൾ അത് കഴിച്ചാൽ ചിലപ്പോൾ നമ്മൾ അയണെല്ലാം കൊടുക്കുന്നുണ്ടാവും, കുട്ടിയുടെ HB കൂടുന്നില്ല, അപ്പോൾ ഫോളിക് ആസിഡ് കുറവായിരിക്കാം. അപ്പോൾ നമ്മളിത് ഈ സാധനം കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ എപ്പോഴും ആട്ടിൻ പാലിൽ നമുക്ക് ചിലർക്കൊരു കൂടുതൽ ഇഷ്ടം തോന്നാറുണ്ട്. പക്ഷെ ആട്ടിൻ പാലിൽ നമുക്ക് ഫോളിക് ആസിഡ് കുറവായിരിക്കും. അതുകൊണ്ട് അങ്ങനത്തെ കുട്ടികൾക്ക് ഫോളിക് ആസിഡ് കുറവുകൊണ്ടുള്ള രക്തക്കമ്മി വരാൻ ചാൻസ് ഉണ്ട്, ആട്ടിൻ പാലും മെയിനായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ കേട്ടോ. അപ്പോൾ ഹീമോഗ്ലോബിൻ കുറഞ്ഞ, ബ്ലഡിൻ്റെ അളവ് കുറഞ്ഞ കുട്ടികളുടെ പാരൻസ് ഞാൻ ഈ പറഞ്ഞ ഫുഡ് ഐറ്റംസ് ഒക്കെ പതുക്കെ ട്രൈ ചെയ്യാം. നമ്മളൊന്നും പെട്ടെന്ന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ക്ഷമയോടുകൂടി ചെയ്യാം. നിങ്ങളിപ്പോൾ ഒരു അയണിൻ്റെ മരുന്ന് കൊടുക്കുകയാണെങ്കിൽ തന്നെ അതന്നെ ഒരു 3 മാസം എടുക്കും മൊത്തം ഒന്ന് കണ്ടീഷൻ ശരിയായിട്ട് വരാൻ. പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞു തന്നിരിക്കുന്ന പോലെ തന്നെ ഈ അയണിൻ്റെ ഇൻഹിബിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ചായയിലെ ടാനിൻ എന്ന് പറയുന്ന അയണിനെ പിടിച്ചു വെക്കും. അയണിനെ പിടിച്ചു വെച്ചിട്ട് മലത്തിലൂടെ കളയും. അപ്പോൾ ചായ, കാപ്പി അങ്ങനത്തെ സാധനങ്ങളൊന്നും പതുക്കെ അപ്പുറത്തേക്ക് മാറ്റി വെക്കുക എന്നുള്ളതാണ്. പിന്നെ കാൽസ്യം, നിങ്ങൾ കുഞ്ഞിന് കാൽസ്യം മരുന്ന് കൊടുക്കുന്നുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരിക്കലും ഈ അയൺ മരുന്നിൻ്റെ കൂടെയോ അയൺ റിച്ച് ഫുഡിൻ്റെ കൂടെയോ കൊടുക്കാതിരിക്കുക. കാരണം കാൽഷ്യം അയണിനെ ഇൻഹിബിറ്റ് ചെയ്യും. അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളും കൂടി നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഹീമോഗ്ലോബിൻ കൂട്ടാൻ പറ്റും. പിന്നെ എവിടെയാണോ ഹീമോഗ്ലോബിൻ നഷ്ടപ്പെടുന്നത്, ബ്ലീഡിങ് ഞാൻ പറഞ്ഞില്ലേ, വിരയുടെ, അപ്പോൾ ഒരു 6 മാസത്തിലൊരിക്കൽ വിരയുടെ മരുന്ന് കൊടുക്കുക. കുഞ്ഞിന് കൊടുക്കുന്ന കൂട്ടത്തിൽ തന്നെ വീട്ടിലെല്ലാവരും കൂടി ഒന്ന് കഴിച്ചാൽ അത് നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് ചെറിയ വേംസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പൊക്കോളും. ചിലപ്പോൾ നമുക്ക് ഈ പിൻവേംസ് ആണ് പ്രശ്നം ഉണ്ടാക്കുക. ഈ പിൻവേം എങ്ങനെയാണെന്നറിയോ മനസ്സിലാക്കുക? കുഞ്ഞിന് എപ്പോഴും ഈ മലദ്വാരത്തിന് ചുറ്റും ഇങ്ങനെ ചൊറിച്ചിലുണ്ടാവും. അത് മെയിൻലി രാത്രിയായിരിക്കും അതിൻ്റെ മുട്ടയൊക്കെ അവിടെ നിൽക്കുക, കുഞ്ഞിങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും. ചിലപ്പോൾ ഫ്രണ്ടിലേക്കും വരും. പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് വജൈനയെന്നും ഇങ്ങനത്തെ വേംസ് ഒക്കെ കാണാറുണ്ട്, ചെറിയ വേംസ് ആയിട്ട് കാണാറുണ്ട്. അപ്പോൾ ഈ രാത്രി കുട്ടി മലദ്വാരത്തിന് ചുറ്റും ചൊറിച്ചിൽ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടുതലും അത് പിൻവേം ആവാൻ ചാൻസ് ഉണ്ട്. പിൻവേമിൻ്റെ ട്രീറ്റ്മെൻറ്റ് കുറച്ചുകൂടി വ്യത്യസ്തമായിരിക്കും. അപ്പോൾ നമുക്ക് ഈ 6 മാസത്തിൽ ഒരിക്കൽ എന്നുള്ള രീതിയിലായിരിക്കില്ല ട്രീറ്റ്മെൻറ്റും വരിക. അപ്പോൾ അത് ട്രീറ്റ് ചെയ്താൽ തന്നെ ഈ ചെറിയ രീതിയിൽ കുഞ്ഞിൻ്റെ ബ്ലഡ് ലോസ് കുറയ്ക്കാനും പറ്റും. നമുക്ക് കുഞ്ഞിന് കൊടുക്കുന്ന ഫുഡൊക്കെ ശരിക്കും യൂട്ടിലൈസ് ചെയ്യാനും പറ്റുന്നത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ നോക്കുക, നിങ്ങളുടെ കുട്ടിക്ക് കുറച്ചൊരു ഉഷാറ് കുറവ്, ഒരു ക്ഷീണം, അല്ലെങ്കിൽ ഭയങ്കര ഇറിറ്റബിൾ, എപ്പോഴും കരച്ചിൽ, ഫുഡേ വേണ്ട, അങ്ങനെയൊക്കെയുള്ള ഒരു അസ്വസ്ഥത കാണിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞിന് ചിലപ്പോൾ ബ്ലഡ് കുറവായതുകൊണ്ടായിരിക്കാം. അതുകൊണ്ട് പോയിട്ട് ബ്ലഡ് ചെക്ക് ചെയ്യുന്നൊക്കെ ഒരു വലിയൊരു പ്രൊസീജിയറാണ്, കുട്ടിയുടെ കയ്യിൽ നിന്ന് ബ്ലഡൊക്കെ കുത്തിയെടുക്കുന്നത് അല്ലേ, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിന് പകരം നിങ്ങൾ ഫുഡൊന്ന് മോഡിഫൈ ചെയ്യും. 2-3 ആഴ്ച നല്ല രീതിയിൽ ഫുഡ് മോഡിഫൈ ചെയ്താൽ തന്നെ നമ്മുടെ കുട്ടി ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം നമ്മുടെ കുഞ്ഞിന് അയൺ ഡെഫിഷ്യൻസി ഉണ്ട്, ബ്ലഡ് കുറവുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായി വിശ്വസിക്കുന്നു. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ. വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. ലവ് യു ലോട്ട്.